വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ എന്നെ കണ്ടോ, ഇവിടെ നല്ല തണുപ്പായിട്ട് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഒരുങ്ങാൻ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മേക്കപ്പ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ റെഡി ആയിട്ട് പോവാം. ഇപ്പം ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ഇവിടുത്തെ സമയം ഏകദേശം ഒരു 12:15 പിള്ളേരാണെങ്കിൽ 3:30-3:45 വീട്ടിൽ വരും. അതിനോടകം എനിക്ക് പോയി ഒരു ഷോപ്പിംഗ് നടത്തണം. എക്സ്പെഷ്യലി ക്രിസ്മസ് വരാൻ പോകുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് നടത്തിയിട്ടില്ല, പിള്ളേർക്കൊന്നും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. എന്നാൽ പിന്നെ പെട്ടെന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങിയായിരിക്കും ഞാൻ പോകുന്നത്. എന്നെ പോലെ തന്നെ നിങ്ങൾ നല്ല തിരക്കിലായിരിക്കത്തില്ല. അപ്പൊ എവിടെയെങ്കിലും പോകുന്നവർ നമ്മൾ തിരക്കിട്ട് പെട്ടെന്ന് ഒരു മേക്കപ്പ് ചെയ്തിട്ട് പോകുക. അതും എന്നാൽ കണ്ടാലൊരു ടൈഡി ആയിട്ട് തോന്നുന്നൊരു മേക്കപ്പ് ആയിരിക്കും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾ സ്ഥിരം ഇടുന്ന ഒരു മോയ്സ്ചറൈസർ കയ്യിലേക്ക് എടുക്കുക, നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ അധികം തേക്കുന്നില്ല, കാരണം നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചു വരെ തേക്കല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ തേക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയിക്കൊള്ളുമ്പോൾ കണ്ടോ, പെട്ടെന്ന് തേച്ച് കൊടുക്കുന്നു. കഴുത്തലിടാൻ മറന്നുമല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തലിടാൻ ഞാൻ എപ്പോഴും പറയത്തില്ലേ, ബാക്കി നിറയെ കയ്യിലും തുത്തും. അപ്പോൾ അവിടെ വരെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു മേക്കപ്പും ഇല്ല, ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പൗഡറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പൗഡർ. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്ന മേക്കിൻ്റെ ഹലോ ഫ്ലോലെസ്. ഇതിൻ്റെ കളറ് ടോസ്റ്റഡ് ബേജ് കേട്ടോ. ഇതിന് ഏകദേശം ഞാൻ ഇവിടുന്ന് വാങ്ങുന്നതാണിത്. ഇതിന് ഏകദേശം എനിക്ക് ഒന്ന് 28.5 പൗണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി ലാസ്റ്റ് ചെയ്യും കേട്ടോ, ലാസ്റ്റ് ലോങ് ആണ്. പക്ഷെ നല്ല എഫക്റ്റ് ഉണ്ട്, ഒത്തിരി നല്ലതാണിത്. ലൈറ്റ് ആയിട്ടാണ് ഞാൻ തൂത്ത് കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി മേക്കപ്പിന് ആവശ്യമില്ല, നമ്മൾ പെട്ടെന്ന് അത് പുറത്തു പോകാൻ വേണ്ടിയല്ലേ. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് പോയി കഴിഞ്ഞാൽ. പിള്ളേർക്കാണെങ്കിൽ ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാവരും വന്ന് ട്രീയുടെ അടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാൻ തുടങ്ങി, അമ്മ എന്തെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടോ എന്ന്. രണ്ടുപേർക്കും സാന്താ കൊണ്ട് വെക്കുന്നതെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അവരെ എനിക്ക് ഇന്നേവരെ അക്കാര്യത്തെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പപ്പ എപ്പോഴും പറഞ്ഞു കൊടുക്കും, എടാ ഇതൊക്കെ ചുമ്മാടാന്ന്. അപ്പം അവരെന്നെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല, അവർക്കറിയാം എൻ്റെ പണിയാന്ന്. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒത്തിരി ഇട്ട് തൂക്കുന്നുണ്ട്, പക്ഷെ അധികമൊന്നും ഇതിലില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. നെക്കയിലും നിങ്ങൾ എപ്പോഴും ഇടുക, അതുപോലെ തന്നെ ചെവിയിലും ഇടുക. അല്ലെങ്കിൽ നമ്മുടെ ചെവി മാത്രം ഇരുണ്ടിരിക്കും, ഒരു പരുവത്തിരിക്കും. കഴിഞ്ഞോ ആ പണി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് മെബലീൻ്റെ ഒരു കൺസീലറാണ്. ഇതെൻ്റെ സ്കിൻ ടോണിന് ചേരുന്നൊരു കളർ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാഞ്ഞു പോയിരിക്കുന്നു. എനിക്കത് കളർ പറഞ്ഞു തരാൻ പറ്റണില്ല ഇതേ നോക്കിയിട്ട്. മെബലീൻ്റെയാണ്. എന്തായാലും എൻ്റെ കളർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് നിങ്ങൾ പോയി ഉപയോഗിക്കണം കേട്ടോ. ഇതുണ്ട് എനിക്ക് ഡാർക്ക് സ്പോട്ട്, ഇനി എവിടെയെങ്കിലും മറുകുകൾ, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കടുക് പൊട്ടിത്തെറിച്ച കുറച്ച് പാടുകളുണ്ടെന്ന്, അവരെയൊക്കെ മാത്രം ഞാനൊന്ന് കവർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിന് കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ടാഞ്ഞിട്ട് ഉരക്കരുത്. ഇതാണ് ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് ബ്ലെൻഡ് ആയിപ്പോയി. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു സ്പോട്ട് ഞാൻ വിട്ടുപോയി, എവിടെ കൂടെ ഇടാവേ. അവിടെ ഇട്ടു, പക്ഷെ അവിടെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സി ഡിസിപ്ലേ വന്നിട്ടുണ്ടോ? എല്ലാം നമ്മുടെ സ്കിന്നിന് യോജിച്ച കളർ പോയിട്ടപ്പോൾ നമുക്ക് കിട്ടും. ഒരുപാട് ഷെയ്ഡ്സ് മെബലീൻ്റെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ സാധാരണ ആരും ചെയ്യുന്ന പരിപാടി അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷെങ്കിൽ ഈ രീതിയാണ് വർക്കൗട്ട് ആയത്. എല്ലാവരും പോയി ഫൗണ്ടേഷൻ ഇട്ടാൽ അതിൻ്റെ മുകളിലൊക്കെ ഇടാറുണ്ട്, പക്ഷെ അതിൻ്റെ മേലെ വീണ്ടും മേക്കപ്പ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കാണ് ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ജസ്റ്റ് പൗഡറും ഇട്ട് എന്നാൽ നമ്മുടെ മാർക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനും പറ്റും. നല്ല ഒരു ലുക്ക് എടുക്കാൻ പോകുന്ന ഒരു ബ്ലഷ്, ശക്കലൊരു ബ്ലഷ് ഇടാം. ഇതാ വന്ന് സെയിം ബ്രഷ് തന്നെ അറിയാതെ ഉപയോഗിച്ചു പോയി. ഓക്കെ, ബ്ലഷ് ഇട്ടു. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഐബ്രോ പെൻസിൽ. നമ്മുടെ വേണ്ട ഭാഗത്ത് മാത്രം, നമുക്ക് ഇപ്പം ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ ജസ്റ്റ് ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. അത് മതിയാവും കേട്ടോ. ഇതാ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഇച്ചിരി ഒരു മേക്കപ്പ് മുഖത്ത് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശകല ഐഷാഡോ എടുത്താൽ നല്ലതായിരിക്കും. ഞാനൊരു ഡാർക്കും ഒരു ലൈറ്റ് കളർ ഐഷാഡോ ഞാനിവിടെ ഉപയോഗിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്
ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. ഈ ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എപ്പോഴും എൻ്റെ ഐയുടെ കോർണറിലായിരിക്കും. ഈ ഭാഗം കണ്ടിട്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് കാണിക്കുന്നത്. ചിലർ ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ തുമ്പെടുത്ത് തൂക്കുന്നവരില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇത് ഐയുടെ കോർണർ മാത്രം ജസ്റ്റ് സിമ്പിളായിട്ട് തൂത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ബ്ലെൻഡ് ചെയ്തു. ഇനി ഇച്ചിരി ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ ബാക്കിയുള്ള ഭാഗത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ലൈറ്റ് പിങ്ക് തന്നെ എടുത്തേക്കാം. ഈ ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് ഒന്നുകൊണ്ട് എളുപ്പമായിരിക്കും. പിന്നെ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ ഇത്, പെട്ടെന്ന് ഇട്ടിട്ട് ഓടാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ തൂക്കുന്നു. പക്ഷെങ്കിൽ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കുന്നു, സ്പീഡിൽ എങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. ഇനി ചിലർക്ക് ഇത്ര മേക്കപ്പ് മതിയായിരിക്കും ഒരു പാർട്ടിക്കൊക്കെ പോകാനും. ഞാൻ ഇച്ചിരി കൂടെ മേക്കപ്പ് പാർട്ടിക്കൊക്കെ പോയിടും. എന്നിട്ട് ഇതിനെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഷാഡ് 2, 3, 4 എത്ര ഷെയ്ഡാണെങ്കിലും അവരെല്ലാവരും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ രണ്ട് കളർ എടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. എന്തായാലും കണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇച്ചിരിയുടെ ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിക്കും. എന്ത് വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പുറത്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒന്ന് കണ്ണെഴുതി കൊടുക്കാം. ഞാനൊരു ചെറിയ ബ്ലൂ കളറിലെ ഐ പെൻസിലാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒരു ബ്ലൂ കളറിലെ ഐ പെൻസിൽ. നിങ്ങൾക്ക് കാണാമോ? ബ്ലൂ സ്കൈ ബ്ലൂ ആൻഡ് സിൽവർ ഗ്ലിറ്റർ ആണ് ഇതിനകത്തുള്ളത്. എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇരിക്കട്ടെ ഇച്ചിരി ഗ്ലിറ്റർ. ഞാനിത് ഇടാൻ പോവാണേ. നിങ്ങൾക്ക് കാണാമോ? ഞാൻ വളരെ ലൈറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കണ്ണെഴുതിയില്ല എന്നെ കാണാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്, അസുഖം പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതുവാണേ. എത്ര ഷേപ്പ് ഇല്ലാത്തവർക്കും നല്ലൊരു ഷേപ്പ് തോന്നും കണ്ണിന് കേട്ടോ. അതിനങ്ങനെ എഴുതിയേ. ജസ്റ്റ് മുകൾ ഭാഗം എഴുതിയിട്ട് ചെറിയൊരു വാലിട്ടു, കോർണർ എഴുതി, ആൻഡ് ദെൻ ഈ കോർണർ എഴുതി. നടുഭാഗം ഞാൻ വിട്ട് കളഞ്ഞു. അവിടെ എന്തായാലും നമ്മുടെ കാജലിന്റെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ബ്ലൂ ആണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കണ്ണൂടെ നമുക്കത് എഴുതി കൊടുക്കാം. ഇപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് കണ്ണെഴുതി കണ്ടോ. കണ്ണെഴുതിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം തോന്നില്ലേ. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മസ്കാര ഇല്ലാത്തൊരു കാര്യം എനിക്കില്ല. മസ്കാര ലിപ്സ്റ്റിക്കും ലോറിയലിന്റെ മസ്കാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒത്തിരി നല്ലൊരു മസ്കാരയാണ്, നല്ല ലാസ്റ്റിംഗ് ആണ്, നല്ല വോളിയം കിട്ടും, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു കൊടുക്കാം കണ്ടോ. കണ്ടോ എത്ര പെട്ടെന്നാണ് ഞാൻ കണ്ണെഴുതിയത് നോക്കിയേ. കണ്ണെഴുതി അതുപോലെ തന്നെ നോക്കിയേ, പെട്ടെന്ന് തന്നെ മസ്കാര ഇട്ട് കഴിഞ്ഞ് കണ്ടല്ലോ. ഇനിയിപ്പോ നിങ്ങൾ കണ്ണെഴുതുന്നില്ലെങ്കിൽ ജസ്റ്റ് മസ്കാര എങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂത്ത് ഇതുപോലെ ബഡ്സിന് ഉപയോഗിച്ച് തൂത്ത് കളയുക കണ്ടോ. അപ്പൊ പെട്ടെന്ന് പൊക്കോളും, നല്ല ടൈഡി ആയിട്ട് തോന്നുകയും ചെയ്യും. നമ്മൾ പരവേശം പിടിച്ച് പെട്ടെന്ന് ചെയ്തിട്ട് പോകുമ്പോൾ അവിടെയൊക്കെ പറ്റുന്നിരിക്കും. അപ്പൊ ഇത് നല്ലൊരു ഉപകാരപ്രദമായ സാധനമാണ് ബഡ്സ്. ഇത്രയും വരെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ? ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തായാലും നമുക്കൊരു ലിപ് ലൈനർ വേണം. ലിപ് ലൈനർ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒരു ലിപ് ലൈനർ മസ്റ്റാ. എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക്കിന് ഇടുമ്പോഴേക്ക് ലിപ് ലൈനർ ഇല്ലാതെ പറ്റത്തില്ല, എന്നാലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ലിപ് ലൈനർ ഒന്ന് എഴുതി കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചുണ്ടിന് എന്ന് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ലിപ് ലൈനർ പറ്റും. ഇനി ഇച്ചിരി വലിപ്പത്തിൽ ചുണ്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്ന് താത്ത് എഴുതി കൊടുക്കുക. ലിപ്പിനെ ഒരു ശകലം കൂടെ താത്ത് എഴുതി കൊടുത്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കണ്ടോ. ഇനി ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് മാക്സ് ഫാക്ടർ ആണ് കേട്ടോ. മാക്സ് ഫാക്ടറിന്റെ ലിപ്സ്റ്റിക് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. അവര് പറയുന്നത് 12 hour ആണ് എന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അത് കൂടുതൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മോയ്സ്ചറൈസിംഗ് കൂടെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ടൈപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ. ഇപ്പൊ വരുന്ന ഒരുമാതിരിപ്പെട്ട ലിപ്സ്റ്റിക്കിനെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മോയ്സ്ചറൈസിംഗ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുക. എനിക്കത് ഇതുപോലെ വരുന്ന ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ നല്ല ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ മേക്കപ്പ് മുഴുവൻ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റിംഗ് സ്പ്രേഡ് ഉപയോഗിച്ച് കൊടുക്കാം. ഇത് ലാസ്റ്റിംഗ് എന്ന് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എക്സ്ട്രാ മേക്കപ്പ് എല്ലാം ഒന്ന് പോയി. ഇപ്പൊ പൊടി നമ്മൾ എന്നാ പറയുന്നത് ഫൗണ്ടേഷൻ പൗഡർ ഇട്ടേക്കുന്നത്, അത് ഇടുമ്പോൾ തന്നെ ഇച്ചിരി പൗഡർ ആയിട്ട് തോന്നും. പക്ഷെ ഇത് ഞാൻ അധികം ഇട്ടിട്ടില്ല, നന്നായിട്ട് തന്നെ മെൽറ്റായി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക്
ഈ ഒരു സ്പ്രേ അടിക്കാമെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ആ പൊടിയെല്ലാം പോയി നമ്മുടെ സ്കിന്നിൻ്റെ കളറിലേക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്കിലേക്ക് പോകും. അതിനുവേണ്ടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും അകത്ത് പിടിച്ച് തന്നെ സ്പ്രേ ചെയ്യുക. ഓക്കെ, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ അബ്സോർബ് ആയി പോയിക്കോളും പെട്ടെന്ന് തന്നെ. അതിനുശേഷം നമ്മുടെ ഹെയർ പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ ഓടാൻ പോവാം. സമയം ഒട്ടും ഇനി എനിക്കില്ല, എൻ്റെ സമയം പറന്നുകൊണ്ടിരിക്കുക ഇവിടെ. നോക്കിക്കേ, നമ്മുടെ സ്പ്രേ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? കണ്ടോ, നന്നായിട്ട് വരുന്നില്ലേ? മുഖത്തോട്ട് നോക്കിയാൽ നല്ലൊരു ഫിനിഷിങ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ നമ്മുടെ മുടി ചെയ്യണം. മുടി പെട്ടെന്ന് ചെയ്തിട്ട് ഓടാനാണ്. എൻ്റെ മുടി നോക്കി നിൽക്കുക വളരും. എനിക്കൊന്ന് എല്ലാ മാസവും തന്നെ എനിക്ക് ഹെയർ കട്ട് വേണം. പക്ഷെ ഉള്ളു കുറവാണെങ്കിലും ഭയങ്കരമായിട്ട് നീളും. ഇതിനെ ഒന്ന് വെട്ടണം. ഇനിയിപ്പോൾ ഹെയർ വെട്ടുന്ന വീഡിയോ ഞാൻ പിന്നിടാം കേട്ടോ. ഈ ഹെയറിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊണ്ട് പോവാം. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് അഴിച്ചിടുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ നമ്മുടെ കഴുത്തിലൂടെ ചൂട് കിട്ടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഈ മുടി ഇങ്ങോട്ടോട് വന്നുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കൊണ്ടുവരാൻ താല്പര്യം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഇരിക്കുന്ന ഹെയർ സിറമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എവോണിൻ്റെ, നമുക്കറിയാമല്ലേ, എവോണിൻ്റെ അഡ്വാൻസ് ഡ്രൈ ആൻഡ് സിറം. ഇത് നല്ല ഷൈനിങ്ങും കിട്ടും, നല്ല സോഫ്റ്റ് ആണ്, മുടിക്കൊരു പ്രൊട്ടക്ഷനോടെ കിട്ടും. ഞാൻ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കും, ഒത്തിരി തൂക്കണ്ട. കാരണം നമ്മൾ ഹെയർ സിറം തൂത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ പൊതുവെ ഒരു ഗ്രീസി എഫക്റ്റിലേക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്ക് മാറും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുത്തിട്ട്, കണ്ടോ, ചെറുതായിട്ട് തൂത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം മാത്രം നമുക്കൊന്ന് കേൾ ചെയ്തെടുക്കാം. അതിനുശേഷം എൻ്റെ സ്ട്രെയിറ്റ്നറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നർ ഇത് ബേബിലിസിൻ്റെ ആണ്, അല്ലെ ബാബിലിസ് എന്ന് ഇവിടെ പറയും ഇവര്. ഇതിൻ്റെ വോൾട്ടേജ് വന്നിട്ട് 220 to 240 ആണ്. നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കൊന്നൊരു 4 years എങ്കിലും ആയിട്ടുണ്ട്. 4 അല്ല, ഒരു പക്ഷേ മോർ ദാൻ ദാറ്റ്. അതിനുശേഷം ഞാൻ 1-2 സ്ട്രെയിറ്റർ വാങ്ങിച്ചുവെങ്കിലും വീണ്ടും ഞാൻ ഇതിലേക്ക് പോകും. ഇതിലും ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ട്രെയിറ്റർ എൻ്റെ ഇരിക്കുന്ന, സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ എൻ്റെ ഇരിക്കുന്ന സ്ട്രെയിറ്ററിൻ്റെ വില പറയാനൊന്നും അല്ല കേട്ടോ. പക്ഷെങ്കിൽ ഞാനിവിടെ ആൾക്കാർക്ക് കൊണ്ട് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെയിറ്റ്നേഴ്സ് വാങ്ങാറ്. ഇതെന്ന് വെച്ച് കഴിയുമ്പോൾ എന്നാലും അതിലൊക്കെ എനിക്ക് പ്രഷ്യസ് ഇതാ. കാരണം ഇതിൻ്റെ ചെറിയ പ്ലേറ്റും എല്ലാം കൊണ്ട് എന്തോ എനിക്കറിയത്തില്ല, ഇതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ഞാൻ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ മുടി പെട്ടെന്നൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ നോക്കുമ്പോൾ പുക പറക്കുന്നുണ്ടല്ലേ? ഇത് മുഴുവൻ നമ്മുടെ ഹെയർ സിറം കേട്ടോ, പേടിക്കണ്ട. ഇത് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കും. മുടിക്ക് നല്ലൊരു ഷേപ്പ് വന്ന് നിങ്ങൾ കണ്ടോ? ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഹെയറിനെയും കൂടെ എടുത്തിട്ട്, ഞാൻ അധികം പണിക്കൊന്നും പോകുന്നില്ല, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് പോകുന്നത്. ഇത്ര ചെയ്യുമ്പോൾ തന്നെ മുടിയുടെ ഭംഗി സ്റ്റൈല് മാറിയത് കണ്ടോ നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ, ഈസി പരിപാടികളെല്ലാം. നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം ഭയങ്കരമായിട്ട് തോന്നുന്നത്. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് മാറും. ഉണ്ടോ? നോക്കിക്കേ, ഈ സൈഡ് നമ്മൾ വ്യത്യാസം കണ്ടോ? സിമ്പിൾ 2 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ഇത് ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയ ടെക്നിക്കാണ്. ആദ്യം ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഉള്ളവരെ ഇങ്ങനെ പിടിക്കുക. ഇതിനിങ്ങനെ ഡയഗണലായിട്ട് പിടിച്ചിട്ട് തുമ്പ് മാത്രം ഇത് പിന്നെ മുടി ഞാൻ വേറെ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇതുണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. പറ്റ നല്ല ഭംഗിയായിട്ടിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെയർ എടുക്കുന്നു നമ്മളിതാ. ഇവിടെ വരുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ഹെയറും ചെയ്യാം. ഇങ്ങനെ ഇതുകൊണ്ട് കേൾ ചെയ്തൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു, എങ്ങനെ മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. നല്ല സ്റ്റൈലായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? ഞങ്ങൾ സിമ്പിളായിട്ട് എത്ര ക്വിക്കായിട്ട് നമ്മളിത് ചെയ്തതെന്ന് നോക്കിയേ. ഇതാ നോക്കിയേ, മുടിയുടെ സ്റ്റൈൽ മാറുന്നത് നിങ്ങൾ കണ്ടോ? നമ്മൾ വെറുതെ ഷോപ്പുകളിൽ പോയി മുടിയെല്ലാം വെട്ടിയിട്ടു നമ്മൾ ഓരോ ഭയങ്കര എക്സ്പെക്ടേഷനോടെ ആയിരിക്കും നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആ ഒരു പിക്ചർ കാണിച്ചു, അതുപോലെ എനിക്ക് മുടി വെട്ടിത്തരണം കേട്ടോ. അവർ മുടിയൊക്കെ വെട്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് അത് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ആ മുടി ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ ഏത് ഷോപ്പിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോപ്പിൽ പോയി മുടി വെട്ടിട്ട് വന്നാലും നമ്മൾ അവരാ ഇട്ടേക്കുന്ന പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, ആ മുടിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അതാ നിങ്ങൾ പറയുന്നത്. ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു നന്നായിട്ടെല്ലാം സെറ്റ് ചെയ്ത് തന്നേട്ടോ, നല്ല റിസപ്ഷൻ തേണ്ട എൻ്റെ മുടി വീണ്ടും പണ്ടത്തെ പോലെ ആയിരുന്നു പറയും. ചങ്ങനം പിന്നെയും തെങ്ങലെന്ന് പറയുന്ന പോലെ ആ ഒരവസ്ഥയിലെത്തും നമ്മൾ. സി ഇത് കണ്ടോ? അപ്പം നമ്മൾ വീണ്ടും ആ പഴയ അവസ്ഥയിൽ തന്നെ എത്തും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ എന്നാ ചെയ്തിട്ട് ഒരു പ്രയോജനം. അപ്പം നമ്മൾ അതുപോലെ കുറച്ചെങ്കിലും ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഐഡിയാസ് ഒക്കെ ഉള്ളൂ. ഇതൊക്കെ 2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ. ഓക്കെ, എൻ്റെ ഹെയർ സ്റ്റൈൽ മുഴുവൻ കംപ്ലീറ്റ് ആയി. നോക്കിയേ, ഇവിടെ കിടക്കുന്ന കണ്ടോ? എത്ര ക്വിക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഹെയർ ചെയ്തെന്ന് നോക്കിയാൽ. എന്നെ ഫാസ്റ്റ് ആയിരുന്നു. നോക്കിയേ, എൻ്റെ ഹെയർ കിടക്കുന്ന ഇപ്പോൾ കണ്ടോ? നല്ല ഭംഗിയില്ല കാണാൻ. അടിഭാഗം മാത്രം ഒന്ന് കേൾ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെയർ സ്പ്രേ
ലൈറ്റായിട്ട് നടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ആ മുടി അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങൾ പോയിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിരിക്കുന്നത് ക്വിക്കായിട്ടൊരു മേക്കപ്പ് ആയിരുന്നു. ഫേസ് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ ഹെയർ കൂടെ ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ചിലരൊക്കെയാണ് പാർട്ടിക്ക് മുമ്പ് വളരെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നവരായിരിക്കും. അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോസ് വേണ്ടി ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ.